എന്റെ അങ്ങളെ ഇതിനകത്ത് കുത്തിയിരിക്കുന്നേ നമുക്ക് കളിക്കാം. ശരിയാണല്ലോ ഡാഡി, കൊറേ നേരമായാലും ഇതിന്റെ അത് നോക്കിക്കൊണ്ടിരിക്കണം. ശരിയാ. അതെ, നീ പഠിക്കാനിരിക്കണോ? പഠിക്കാനിരുന്നാ പഠിക്കണം, ഇതും വായി നോക്കിക്കൊണ്ടിരിക്കല്ലേ കേട്ടാ. ഭാവിയിലേ അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. പിന്നെ ഭാവിയിലല്ലേ, ഇപ്പഴേ നമ്മള് ദുഃഖിക്കയില്ലേ. എന്തിന്? ഡാഡി കൊണ്ട് പഠിക്കാത്തതിന്റെ ദൂഷ്യഫലം എന്നാ അമ്മ പറയണം. ആ എടി, നാവില് സരസ്വതി വിളയാടണം, അല്ലാതെ നിന്റെ ഈ തള്ളയുണ്ടല്ലോ എവിടെ വിളയാടിയാ നീ ഇതും പറയും അപ്പുറവും പറയും. എന്താ 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 ഓ അതൊക്കെ കേട്ട് പാമ്പിന്റെ ചെവിയല്ലേ. അതെ, എന്താ തള്ളക്ക് കുഴപ്പം? ഓ തള്ളക്ക് എന്ത് കുഴപ്പം ഇല്ലാത്ത? നിങ്ങളെക്കാളും ഭേദം എന്താ? ആ ഉവ്വ, ഭയങ്കര വേദം തന്നെ. രാവിലെ തുടങ്ങിയത് അതിനകത്തോട്ട് പോയി മേലെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. എടി, എന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവം വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, ബ്രെയിൻ. അതുള്ളവർക്കല്ലേ, ഇതിനകത്ത് വെറും ചോറ് പോലും ഇല്ല. ആ അത് ശരിയാ, എനിക്കിത് ഇല്ലാത്തോണ്ടാണല്ലോ നിന്നെ എടുത്ത് ഞാൻ തലയെ വെച്ചത്. ഓ കളിക്കുന്നു. എന്താന്ന്? ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിലെ കരുനീക്കങ്ങളൊക്കെ ഒന്ന് പഠിച്ചോണ്ടിരിക്കുക. നീങ്ങി നീങ്ങി നിലത്ത് വീഴാറായി. ഇനി എന്തെന്നാണോ? എന്താണ്? അല്ല, നീക്കങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞതാ. ആ അങ്ങനെ വാ. ഇതാണ് സാക്ഷാൽ ക്ലീറ്റോൺ, ഈ കുതിര. ഞാൻ ഇങ്ങനെ ചാടും, ഞാൻ ഇങ്ങനെ ചാടും, ഞാൻ ഇങ്ങനെ ചാടും. അല്ലെങ്കിൽ നിങ്ങൾ ചാടിയേ പോളൂ, നേരായ വഴിക്ക് പോകില്ലല്ലോ. ആ അതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ എപ്പോഴും എല്ലാ രീതിയിലുള്ള ചാട്ടങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അത് പിന്നെ ഒന്നും പഠിക്കാനില്ല. എടി, കാരണം ദേ ഈ നിൽക്കണവന്മാരാണ് നമ്മുടെ എതിരാളികൾ, എൻ്റെ എതിർ പാർട്ടിക്കാർ. ഇതിൽ ഒട്ടുമിക്കതും ഉപയോഗമില്ലാത്ത പാഴുകളാണ്. പിന്നെ ഒരുത്തനാണ് കുഴപ്പക്കാരൻ, ദേ ഈ ഇരിക്കുന്നവൻ ഫെർണാണ്ടസ്. എന്താ ഫെർണാണ്ടോസ് അല്ലടി, ഫെർണാണ്ടസ്. അവന് ഇച്ചിരി കുഴപ്പക്കാരനാ, ചിരിച്ചു കളിച്ച് നിൽക്കും കേട്ടോ, പക്ഷെ അവനൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ, എൻ്റെ കൂടെ ഈ നിൽക്കുന്ന ഒരുത്തനെയും വിശ്വസിക്കാനൊന്നും കൊള്ളില്ല. എടി ഇങ്ങോട്ട് വാ, പറയട്ടെ. എനിക്ക് നേരെയില്ല, തന്നെ തന്നെ ഇരുന്ന് നീക്ക്. അയ്യോ അയ്യേ കഷ്ടം. എന്നാ പിന്നെ ഇവള് വേണ്ട, എൻ്റെ റാണി. റാണിയല്ല, എവിടെ? എനിക്ക് റാണി ഇതാ ഞാന്. ആ എൻ്റെ ആന, അത് ആന. ഈ ആന വേണ്ട, അത് ഞാൻ വേസ്റ്റ്. കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡാഡിയുടെ പാർട്ടിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഡാഡിയുടെ വലം കൈയും ഡാഡിയുടെ എല്ലാമായ അൻസാർ മാമൻ, നടരാജൻ മാമൻ, ബാബുക്കുട്ടൻ മാമൻ. എന്തൊക്കെ പറഞ്ഞാലും ഇവർ 3 പേരും ഡാഡിയെ ചതിക്കില്ല. ആ ചതിച്ച്. ആര്? അവര് ചതിക്കൂലായിരിക്കും, ഗ്യാസ് ചതിച്ച്. ഗ്യാസ് തീർന്നാ തീരും. ഞാൻ എന്ത് ചെയ്യണം? ആ ഫോൺ എടുത്ത് ബുക്ക് ചെയ്ത് എന്തായി നോക്ക്, എന്ന് കിട്ടും നോക്ക്. ആര് ബുക്ക് ചെയ്തേന്? എന്താ ബുക്ക് ചെയ്ത്? ആര് ബുക്ക് ചെയ്തേന്? നിങ്ങളല്ലേ സാധാരണ ബുക്ക് ചെയ്യാറ്. അപ്പൊ ആര് ബുക്ക് ചെയ്തെന്ന് എന്നോട് ചോദിക്കാം, എനിക്ക് അത് വല്ലതും അറിയാമോ? ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ നീ ഇത് ആരോട് ബുക്ക് ചെയ്യാൻ? എന്നോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞോ? ദൈവം തമ്പുരാനെ, ബുക്ക് ചെയ്തില്ലേ? ആ ദൈവം തമ്പുരാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ബുക്ക് ചെയ്തിട്ടുണ്ടാവും. നീ വിളിച്ചു ചോദിക്കും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് പറയാം. നീ എന്നോട് പറഞ്ഞോ ബുക്ക് ചെയ്യാൻ? പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ പരന്നിങ്ങനെ നടക്കുകയല്ലേ, നിങ്ങൾക്ക് ബോധമില്ല പൊക്കണോ ഇല്ലാതെ. നീ സ്വപ്നം കണ്ടതായിരിക്കും എന്നോട് പറഞ്ഞതായിട്ട്. ഞാൻ ഈ മായാലോകത്ത് നടക്കാണല്ലോ, എനിക്ക് അത് ബോധക്കേടൊന്നുമില്ല. പിന്നെ അല്ലാണ്ട് പിന്നെ എന്നോട് പറഞ്ഞെങ്കിൽ ഞാനത് ചെയ്യൂലേ? കളി വരുന്നുണ്ട്. അങ്ങനെ കളിക്കരുത് കേട്ടോ, ആവശ്യമില്ലാതെ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ആ ജമന്തിയുടെ അടുത്ത് നിറച്ച് കുറ്റി ഉണ്ടാകുമ്പോ എടുത്തുണ്ടോ? അയ്യാ, കെമന്റിയുടെ അടുത്ത് ഗ്യാസ് കഴിക്കാം, എന്റെ പട്ടി പോവും. എന്തിനാ ഇപ്പൊ പട്ടീനെ വിടണം? നിങ്ങൾക്ക് പോയാ പോരെ? എന്നാ നീ ചെല്ല്. എന്റെ ക്ലീറ്റോ, ആ നിറക്കുറ്റി ഞാൻ എങ്ങനെ ചുമന്നിട്ട് വരും? ക്ലീറ്റോ, ഒന്ന് ചെല്ലു ക്ലീറ്റോ. അതെ, ഈ ജവന്തിയുടെ വീട്ടിൽ നിന്ന് ആ സാധനം എടുക്കണ്ട, അതെടുത്ത് ഇവിടെ ഒന്നും വേവിക്കണ്ട. പട്ടിണി കിടന്നാലും ഉണ്ടേ അന്തസ്. ഭയങ്കര അന്തസ്സായി. ആ ഒരു കുഴപ്പമില്ല. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അവിടെ പോയി ഓരോ സാധനം മേടിക്കുന്നത്. എനിക്ക് പറ്റില്ല, അത് എന്റെ അഭിമാനത്തിന് പ്രശ്നമാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പറ്റൂല ഈ അടുപ്പത്ത് കിടന്ന് ഊതി ചാകാനായിട്ട്. നീ ഇച്ചിരി കഞ്ഞിയും വെച്ച് ആ അമ്മയിലിട്ട് ചമ്മന്തി അരച്ചെടുത്താൽ മതി. ആ അരക്ക് പോയി അമ്മിയിലിട്ട് ചമ്മന്തി അരക്കാനായിട്ട്. ആ ചെല്ലു ക്ലീറ്റോ, ഞാൻ പിന്നെ എന്ത് ചെയ്യൂന്ന്? എന്നിട്ടാണ് നിന്റെ ആങ്ങളെ ഇടക്കിടക്ക് വിളിച്ച് കണക്ക് പറയാം. ഗ്യാസ് എടുത്ത് അതെടുത്ത് ഇതെടുത്ത്. ഒരാഴ്ച കഴിയുമ്പോ ബുക്ക് ചെയ്തിട്ട് എടുത്ത് കൊടുക്കാൻ. വേണ്ട നിനക്കിപ്പോ ഗ്യാസ് വേണം, അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. അത്രേ ഉള്ളൂ പ്രശ്നം. ഇടി, എന്നെ പോലെ ഒരു രാഷ്ട്രീയ പ്രമുഖം ഈ വീട്ടിലുള്ളപ്പോ അടുത്ത വീട്ടിൽ പോയി ഇരക്കുക എന്ന് പറഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യണതിന് തുല്യമാണ്. എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ലല്ലോ, ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ ക്ലീറ്റോ. അത് ശരി. നിനക്ക് ഗ്യാസ് എടുക്കാൻ പൈസ ഉണ്ടോ കയ്യിൽ? പൈസ പിന്നെ ഞാൻ റെഡിയാക്കി വെക്കണമല്ലോ, അതെന്റെ കടമയാണല്ലോ. പിന്നെ ഗ്യാസ് എന്ന് പറയുന്നത് നിന്റെ സെക്ഷൻ ആണല്ലോ. അതെ അതെ. നിങ്ങളുടെ സെക്ഷൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉള്ളതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഫോൺ എടുക്കും. നിങ്ങൾ ബുക്ക് ചെയ്തില്ലല്ലോ, പിന്നെ ഈ ഫോൺ നീ ഫോൺ എടുക്കാൻ പറഞ്ഞാൽ ഫോൺ എടുക്കണം.
എന്നെപ്പോലൊരു പൊതുപ്രവർത്തകൻ വിചാരിച്ച ഇവിടെ പലതും നടക്കും. നിനക്കൊരു ഗ്യാസ് സിലിണ്ടർ അല്ല, ശ്രമിക്കാതെ നീ ചെയ്യാൻ നോക്ക്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വേണമെങ്കിൽ ഇവിടെ ഞാൻ എത്തിച്ചേരും. മുഖ്യമന്ത്രിയെ വിളിച്ച് പറയിപ്പിക്കണോ സിലിണ്ടറിന്? ഇപ്പം കിട്ടും. പിന്നെ അതൊന്നും വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും കുറേ കൂടെ വലിയൊരു ആവശ്യം വരുമ്പോൾ മുഖ്യമന്ത്രിയെ വിളിക്കാം. അതിന് മുമ്പ് കാശ് എടുത്ത് വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാന്ന് പറയാൻ ഞാൻ ഗ്യാസ് കൊണ്ടുവരണ വണ്ടിയിലെ പിള്ളേരെ ഞാനൊന്ന് വിളിച്ചു പറയുമ്പോ പിന്നെ അവര് നിങ്ങൾ പറയുമ്പോ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. ഒന്നും വേണ്ട, ജമന്തി എനിക്ക് പറ്റൂല. ഇന്നും ഗ്യാസ് കിട്ടൂല, നാളെയും കിട്ടൂല. ഞാൻ ഈ അടുപ്പത്ത് കിടന്ന് ഊതി ചാകും. നിനക്ക് ഗ്യാസ് ഞാൻ എത്തിച്ചു തരും. 10 മിനിറ്റിനകത്ത് ഇവിടെ ഗ്യാസ് എത്തിച്ചു തരും. എത്തിച്ച് തന്നു. അത് പോട്ടെ, ഇന്ന് ഏത് ദിവസം? വ്യാഴാഴ്ചയാണോ? നമ്മളെ ഈ റൂട്ടിൽ കൂടെ ഗ്യാസ് വരണ ദിവസമല്ലേ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. അയ്യോ, നിനക്കല്ലേ പിന്നെ എന്തറിയാം? അന്ന് വ്യാഴാഴ്ച. അന്ന് നമ്മുടെ ഈ റൂട്ട് വരണ ദിവസം തന്നെ. അപ്പൊ ഞാൻ സുനി എന്ന് വിളിക്കുന്നു. നീ പൈസ എടുക്ക്, പൈസ എടുത്തുനടി. പൈസ എടുത്തങ്ങ് കഴിഞ്ഞോട്ട്. 1000 രൂപയുണ്ട്. ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നു കളയും. കാലി സിലിണ്ടർ എവിടെ? കാലി സിലിണ്ടർ അവിടെ നടന്നും കൊണ്ട് വരില്ല, അത് എടുക്കണം. ഞാൻ വിചാരിച്ചു നടന്നു വരും. ഇല്ല, നടന്നു. അയ്യോ, നീ അലക്കാ? അലക്കാൻ വന്നാണോ? അതെ, എനിക്കുണ്ടായി അലക്കാൻ. അയ്യോ, ഇപ്പൊ കഴിയും. ഇതെന്താ വൈകിയത് അലക്കാൻ? ഭയങ്കര ക്ഷീണായിരുന്നു അതിന്. എന്താ ക്ഷീണം? എന്താന്ന് അറിയത്തില്ല, നേരം വെളുത്തപ്പോ തൊട്ട് ഒരു ഉഷാറില്ല. എന്റെ അമ്മ, ഇനിയിപ്പോ നീ അലക്കി കഴിഞ്ഞിട്ട് എങ്ങനെ അലക്കാല്ലേ? വേഗം അലക്കണ്ടേ? വേഗം. ഏട്ടനാണ് ഉള്ള പോസ്റ്റലൊക്കെ വലിഞ്ഞു കയറിയിട്ടേ എന്തൊരു അഴുക്കാന്നറിയോ. നീ വീടണ്ടടി എന്നാ? ഓയ്, ഇവിടെ ഇവിടെ അലക്കണടുത്ത്. പിന്നെ ഞാൻ അതിലെ ഒരു ചില്ലറ 50 രൂപ വരുമല്ലോ, അതാ പിള്ളേർക്ക് കൊടുക്കേ. എന്തിനാ പിന്നെ വിളിച്ചു പറഞ്ഞ സാധനം കൊണ്ടുവന്ന ചുമ്മാ എല്ലാമാരും ചായ കുടിക്കട്ടെ. 50 രൂപ കൂടുതൽ എടുക്കരുത്. അതിൽ 50 രൂപ ബാക്കിയുള്ളൂ. പിന്നെ അങ്ങനെ കൂടുതൽ എടുക്കണത്? നീയല്ലേ ആള്. എന്തോ നാത്തൂനെ, ഗ്യാസ് തീർന്നു പോയിടി. ആണോ? ബുക്ക് ചെയ്തില്ലായിരുന്നോ നേരത്തെ? ഇല്ലെന്നേ, മറന്നുപോയി. ഇവിടെയും ബുക്ക് ചെയ്തിട്ടില്ല, ഏട്ടനോട് പറയണം. വേഗം ബുക്ക് ചെയ്ത് വെച്ചോട്ടാ. ഇതിപ്പോ ക്ലീറ്റോന് മറ്റേ മന്ത്രിയുടെ ഓഫീസിലോട്ടോ എങ്ങാണ്ടോട്ടൊക്കെ വിളിച്ചു പറഞ്ഞ് വലിയ ആൾക്കാരൊക്കെ റെഡിയാക്കി കൊടുത്തതാ. പെട്ടെന്ന് തന്നെ കിട്ടി. ആണോ? ഇപ്പൊ കിട്ടാൻ ഭയങ്കര പാടാ. പക്ഷെ ക്ലീറ്റോന് കിട്ടൂടി, നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ വേഗം ബുക്ക് ചെയ്ത് തരാൻ പറ. പറയാം, ഊണ് കഴിക്കാൻ വരുമ്പോ പറയാം. മതി, വേഗം അലക്കി മാറുവെണ്ണേ. എന്നാ ഇതും കൂടെ അലക്കിത്താ. അയ്യാ, പറ വണ്ടിയില്ലെന്നാ എനിക്ക് ഇത് അലക്കിക്കോ. നേരം വരെയായിട്ട് ആ മനുഷ്യൻ വന്നിട്ടുണ്ടോ നോക്കി. ഇനി എപ്പോൾ ഗ്യാസ് കൊണ്ടുവന്നിട്ട് ഞാൻ കഞ്ഞിയും കറിയും വെക്കാൻ വേണ്ടിയിട്ടാ. ചമ്മന്തി അരച്ചെന്ന് തിന്നലുണ്ടാവുള്ളൂ. പൈസ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കായം കരുത്തി കളഞ്ഞിട്ടുണ്ടാവും. എന്ത് തൊട്ടാലും ഇവിടെ വന്ന് നിൽക്കണല്ലേ? കാശെടുക്ക്. നിങ്ങൾ പോയ ഒന്നും നടക്കൂലെന്ന് എനിക്കറിയാം. ഞാൻ അത് എവിടെ നിന്നെങ്കിലും ചുമന്നോണ്ട് വന്ന് വെച്ചോളാം. പൈസ എടുക്കും കൂടെ. ഗ്യാസ് എടുക്കാൻ പോയ മനുഷ്യന് മുറിക്കകത്ത് കയറി നിൽക്കുക. എന്താന്ന് വിട്. പോയി നോക്ക്. അയ്യോ, ഗ്യാസ് ഉണ്ടാ അവിടെ? ഇതെപ്പോ കിട്ടി? അതെ, ക്ലീറ്റോ പറയണതേ ചെയ്യൂ, ചെയ്യണതേ പറയൂ. ഇതിനൊരു കൈ തന്നെ. ഇത് ഞാൻ സമ്മതിച്ച എന്റെ ക്ലീറ്റോ പ്രമുഖൻ തന്നെ. ഇതെങ്ങനെ ഒപ്പിച്ച്? അതൊക്കെ അല്ലേ ഒരു പൊതുപ്രവർത്തകനായി ഞാൻ വിചാരിച്ച ഇതല്ല, ഇതിലപ്പുറം നടക്കും എന്നുള്ളത് നിനക്ക് ഇപ്പൊ വിശ്വാസമായല്ലോ. എന്നാലും ഇത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അയ്യോടാ പാവം. 50 രൂപ പിള്ളേർക്ക് കൊടുത്തു. അവന്മാര് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ച് പോക്കറ്റ് വെച്ചോളൂ, ചായ കുടിച്ചോളാൻ പറഞ്ഞു. ഒരു ചെക്കൻ പുതിയ ചെക്കനാ വണ്ടി കൊണ്ടുവന്ന. അപ്പൊ അവന് വഴി വലിയ പിടുത്തമല്ല. പിന്നെ ഞാൻ വേളിയിൽ നിന്ന് കറക്റ്റാ കൊണ്ടെത്തിച്ചു. അതായത് താമസിച്ചു. ഇതിപ്പോ എങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു? പറ ക്ലീറ്റോ. കിട്ടിയല്ലോ. എന്നാലും പറ, എനിക്ക് അറിയണം എങ്ങനെയാണെന്നറിയണം. ഇത് ഇനിയിപ്പോ അവിടെ ചെന്നൊന്നും വിളമ്പരുത്. ഞാൻ പറയും എല്ലാവരോടും. എന്താ പറയാൻ പാടില്ലാത്ത? ഇടയ്ക്ക് ഗ്യാസ് സമരം നടന്നില്ലേ? അന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കലും ഞാനല്ലേ സമരത്തിന് നേതൃത്വമൊക്കെ നൽകിയത്. ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ ഈ സമരം ചെയ്തിട്ട് തൊട്ടപ്പുറത്തൊരു ചെറിയ ചായക്കട ഉണ്ട്.
ദിനേശ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നമ്മുടെ മന്ത്രിമാരെല്ലാവരും ചായ കുടിക്കണം. ഞാൻ അവിടെ അങ്ങനെ ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ കാർ അവിടെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് എന്നെ ഇങ്ങനെ വല്ല ക്ലീറ്റാണ്. ശരി, ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്ലീറ്റോ എന്താണ് ക്ലീറ്റോസ് എന്തിൻ്റെ പ്രശ്നം, ഈ സമരം എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഗ്യാസിന് ഇതിന് വേണ്ടി സമരം ചെയ്യണം? ഞാൻ പറഞ്ഞത് സാറേ അത് ഇങ്ങനെ പൊതുപ്രശ്നമല്ലേ, ഇങ്ങനെയല്ലേ, അതിപ്പോൾ നമ്മളത് ഇടപെടണ്ടേ. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെ മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചു, ഈ സമരം നമുക്ക് എങ്ങനെ ഒത്തുതീർപ്പാക്കാം? ക്ലീറ്റോനോട് ചോദിച്ചോ? പിന്നെ എന്നിട്ട് എന്താന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്ലീറ്റസ് സമരം അവസാനിപ്പിക്കണം, ക്ലീറ്റസിന് വേറെ എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? ഞാൻ പറഞ്ഞു, സാറേ ഇതിപ്പം ഒരു പൊതു ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സമരമാണല്ലോ, ക്ലീറ്റസ് അതൊന്നും ചിന്തിക്കില്ലേ, നമ്മളിപ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടി അത് ഓക്കെ, അത് നിൽക്കട്ടെ. പക്ഷെ ഇപ്പം നമുക്ക് ഇവിടെ പ്രതിസന്ധി രൂക്ഷമാണ്. ക്ലീറ്റസിന്റെ വീട്ടിൽ ഒരിക്കലും ഗ്യാസ് മുടങ്ങാതിരുന്നാൽ മതിയോ എന്നൊരു ചോദ്യം. തന്നെ ഞാൻ പറഞ്ഞു അത് മതി സമരം. പിന്നെ അത് എന്നോട് പറഞ്ഞു, ഈ സമരം ഒത്തുതീർപ്പാവാൻ, ഇത് സമരമൊക്കെ തീരാൻ, സാധനത്തിൻ്റെ ഷോർട്ടേജൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും, അതുവരെ സമരം ചെയ്യരുത്, ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് അനുനയിപ്പിക്കണമെന്ന് പറഞ്ഞു. അന്നൊരു വാക്ക് തന്നതിൻ്റെ പുറത്തല്ലേ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഒരു മെസ്സേജ് മുഖ്യമന്ത്രിക്ക് അയച്ചു. മുഖ്യമന്ത്രി അവിടെ നിന്ന് അങ്ങോട്ട് ഫോളോ ചെയ്തു, പിള്ളേർ വന്ന് ഗ്യാസ് കൊണ്ട് ഇത്രയും സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ട് എന്താ ക്ലീറ്റോ ഒരു കാര്യം പോലും പറയാതെ? അയ്യോ, എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല, പ്രശസ്തി ഇഷ്ടമല്ല, നമുക്ക് ഇങ്ങനെ പറഞ്ഞു സത്യല്ലേ പറയണത്. അതൊക്കെ ഓക്കെ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഇത് വിളമ്പിക്കൊണ്ട് കിടന്ന മാത്രമല്ല, അയ്യോ ഇത് നിന്റെ ആങ്ങളെയൊക്കെ അറിഞ്ഞാൽ പിന്നെ അവന് പുച്ഛമല്ലേ എന്നോട്, അവ അംഗീകരിക്കില്ലടി. അംഗീകരിക്കണേ വേണ്ട, നീ ഇതൊന്നും പോയി വിളമ്പണ്ട, ഞാൻ പറയരുത്, ഇതൊക്കെയാണ് നിന്റെ കുഴപ്പം. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സന്തോഷിക്കണം, ഞാനും നീ ഇതൊക്കെ കണ്ട് സന്തോഷിക്കണം, അതെന്തിന് മറ്റുള്ളവരായിട്ട് നമ്മൾ പങ്കുവെക്കണം. സത്യത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു ക്ലീറ്റോ. ഞാൻ മുട്ട എടുക്കാം. മുട്ട ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഓംലെറ്റ് അടിച്ചാൽ മതി, ബുൾസൈ വേണ്ട. അയ്യോ കഴിക്കാനല്ല, പിന്നെ ഒഴിഞ്ഞിടാനായിട്ടേ, കണ്ണു പറ്റാതിരിക്കും. ഒരു കാര്യം ചെയ്യ്, ഒരെണ്ണം മുഴിയാൻ എടുത്തിട്ട് ഒരെണ്ണം ഒരു ഓംലെറ്റും കൂടെ അടിച്ചോ. ശരി ശരി ശരി. കറിയൊന്നുമില്ലടി. ഒരു ലോഡ് തുണിയുണ്ടായിരുന്നു അലക്കാൻ. അല്ല, അത് അലക്കി വന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ തളർന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തൊന്നും അതൊരു നിറവ് വരട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവച്ചതാ. മീൻ ഫ്രിഡ്ജിലുണ്ട് ചേട്ടാ. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ചേട്ടാ. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോ ഒരു കറിയില്ലെന്ന് വെച്ചാ നല്ല കറിയാ. നീ ഒരു കാര്യം ചെയ്യ്, മുട്ട പൊരിച്ചിട്ടോ. മുട്ട എന്ന് വേണ്ടത് എനിക്ക് വേണം, എനിക്ക് വേണ്ടായിരിക്കും, എനിക്ക് എടുത്തിട്ടുണ്ടോ മുട്ട പൊരിച്ചിട്ട്? ഇഷ്ടമല്ല ചേട്ടാ, ഇത് കൂട്ടി കഴിക്കും, എനിക്ക് വയ്യ ചേട്ടാ. മുട്ട പൊരിച്ചിട്ടോ. നല്ല ആളിന് ഒരു നിനക്ക് ഇവിടുത്തെ ജോലി ഇപ്പോ തുണി കഴിയുമ്പോൾ തീർന്ന ഈ എല്ലാ ദിവസത്തെയും തുണി അന്നന്ന് കഴിവിടണം. ഇത് എല്ലാം ഒരുമിച്ചിട്ട് കൂട്ടിയിട്ട് ഏട്ടനിടുന്ന ഷർട്ടിലേക്ക് എന്തൊരു ഒഴുക്കാന്നറിയോ, മനുഷ്യൻ ഉരച്ച് കൈ വരെ വേദന എടുക്കുന്നുണ്ട്. ഞാൻ ഓഫീസ് ജോലിക്കല്ലല്ലോ പോണത്, ഞാൻ ലൈൻ്റെ മേളിൽ കയറാനാണ് പോണത്, അല്ല എ സി റൂമിനകത്തൊരു ജോലി ചെയ്യാനല്ലേ പോണത്. വേഗം ഉണ്ടോ? എന്തെങ്കിലും ഒരു ഒഴിച്ചു വിട്ടാൽ ഒരു മോര് കറിയെങ്കിലും വെച്ചെങ്കിൽ അത് കൂടെ കഴിച്ചിട്ട് പോയായിരുന്നു. ഇത് അതുമില്ല. ഏട്ടാ ഗ്യാസ് വർക്ക് ചെയ്യുന്നില്ല. ട്യൂബിന്റെ ഒന്നുമല്ല, പിന്നെ ഗ്യാസ് തീർന്നു. അതെങ്ങനെ തീരെ? അതെങ്ങനെ? ഗ്യാസ് ഓടിച്ചിട്ട് എത്ര ദിവസമായി? 4 ദിവസത്തിൽ കൂടുതലായില്ലല്ലോ. എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഗ്യാസ് ഇല്ല, ഞാൻ കുലിക്ക് നോക്കി. നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, കൊച്ചുണ്ട്. ഞാൻ ഗ്യാസ് എടുത്ത് കുടിച്ചാ എനിക്ക് എങ്ങനെ അറിയാം? വന്ന് നോക്കുന്നേ, വാ. നിനക്ക് വയ്യെങ്കിൽ പറ, ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. വയ്യാഞ്ഞിട്ടല്ല, വാ വന്ന് നോക്ക്. അത് തന്നെ കാര്യം തന്നെ. ഒരു പാത്രം അടച്ചു വെക്കാൻ പോലും ഏട്ടാ, ഞാൻ അതേ കുലുക്കി നോക്കിയിട്ടൊന്നും ഇല്ല ഇതിന്റെ അകത്ത് ഗ്യാസ്. നാത്തൂനെ, നാത്തൂനെ ഒന്നിങ്ങി വന്നേ. അവനല്ലേ ക്ലീറ്റസ് ഇല്ലേ? ഓ ഉണ്ട്. ക്ലീറ്റാ അല്ല, ഗ്യാസ് കുറ്റി കിടത്തുണ്ടോ? എന്തേ തീർന്നു പോയാ? അല്ല, അവനറിയാം ഗ്യാസ് കുറ്റി കിടത്തുണ്ടല്ലേ. അയ്യോ, നേരത്തെ പറഞ്ഞേ നമുക്ക് എടുക്കായിരുന്നല്ലോ, വളരെ ഈസി ആയിരുന്നു, പിള്ളേർ കൊണ്ടുവന്നിട്ട് പോയി. അയ്യോടാ, വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഉണ്ടാക്കിക്കോ. ഏത് പിള്ളേർ എടുത്തോണ്ട് പോയി? അവിടെ ഗ്യാസ് കമ്പനി സുനിയും
മറ്റേ നൗഷാദും ഇല്ലേ ആ. അമരല്ലേ കൊണ്ടുവരണം. നമ്മൾ വിളിച്ചു പറഞ്ഞ സാധനം കൊണ്ടുവരേ. ആ അവരെന്നെ കൊണ്ടുവരുന്നത് ക്ലീറ്റോന്റെ പാർട്ടിയുടെ ഇതായിട്ടേ ഇവിടെ ഗ്യാസ് തീർന്നു. ഇവിടെ ഗ്യാസ് തീർന്നായിരുന്നടാ. ആ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് രാവിലെ കൊണ്ടുവന്നു. ഓ രാവിലെ മറ്റെന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ടൊക്കെ വിളിപ്പിച്ച്. ഓ അവിടെയൊക്കെ വിളിച്ചു പറഞ്ഞാണ്. അതെന്താ അറിയാമോ, ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ അമ്മ കൊണ്ടുവരും. ഇനിയിപ്പോൾ അളിയന് വേണ്ടിയൊക്കെ വിളിച്ചു പറഞ്ഞാൽ ചില സമയത്ത് ക്ലീറ്റോ പറഞ്ഞാൽ നടക്കും. അത് ഞാൻ പറഞ്ഞ കൊണ്ടുവരില്ല, എനിക്ക് അങ്ങനെ സ്വാധീനമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് കൃത്യമായിട്ട് ഞാൻ ആളെ കൊണ്ട് ഇവിടെ കൊണ്ടുവെപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവെക്കുന്ന സാധനം ഇത്രയും സ്വാധീനമുള്ള ആളിയെ പൊക്കിയെടുത്തോണം. മോശമല്ല അളിയ. എന്റെ അടുക്കള ഇരുന്ന ഗ്യാസ് കുറ്റി നീ എന്തിനെടുത്തോണ്ട് പോയാണ് ചോദിക്കുന്നത്. മര്യാദയ്ക്ക് എടുത്തോണ്ടോ? അയ്യോ 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 ഒന്നും കൂടി പറഞ്ഞേ. അവനറിയാം നിന്നോട് സംസാരിക്കുന്നത്. എനിക്ക് എന്തോ ദീപ പറഞ്ഞത് പറഞ്ഞു. ഇനി മേലാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത്ര അങ്ങോട്ട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടൻ ഇവിടുന്ന് ഗ്യാസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് എടുത്തോണ്ട് വരാനാ ആവശ്യമില്ലാതെ ഇവിടെ ഉള്ള ഗ്യാസ് ഞങ്ങൾ കാശ് കൊടുത്തെടുത്ത ഗ്യാസ്. നിങ്ങളുടെ ഗ്യാസ് എവിടെ പോയത് നിങ്ങൾ അന്വേഷിക്കണം. അത് ഇവിടെ വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം. 4 ദിവസമായിട്ടുള്ള ഇവിടെ ഗ്യാസ് എടുത്തിട്ട് ഇപ്പൊ ഗ്യാസ് കാലിയായിട്ടിരിക്കുന്നു. ആ 4 ദിവസം കൊണ്ട് ലീക്ക് ഒന്നുമില്ല അവിടെ. എന്റെ ഗ്യാസ് കുറ്റി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഗ്യാസ് കാണാതായതിന് ഇവിടെ വന്നാണോ ചോദിക്കേണ്ടത്? എവനെ ഇപ്പൊ വില കാണിക്കോളൂ. നീ ആളെന്തരം കണ്ട് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് നോക്കിട്ട് സംസാരിക്കണം. നീ കേട്ടാ ചേട്ടൻ ലോകം മൊത്തം നടന്ന് കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഇപ്പൊ വീട്ടിൽ കയറിയും കള്ളത്തരം കാണിക്കാൻ ഉച്ചക്ക് ഏട്ടം വന്നിട്ട് കറി പോലും ഇല്ല കൊടുക്കാനായിട്ട്. അത് എന്റെ കുഴപ്പമില്ല, ഇവിടെ താഴെ കുഴപ്പമില്ല. അവൾ ആർക്കെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടോ പോയി ചോദിച്ചു നോക്ക്. ഞാൻ ആർക്കും എടുത്തു കൊടുത്തിരുന്നില്ല. ക്ലീറ്റോ ചേട്ടൻ തന്നെയാ വീട്ടിൽ കയറി എടുത്തിട്ട് പോയത്. കാണിക്കല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ കളിച്ച് ഇങ്ങനെ കുതിര കയറുന്നത് എന്റെ മേളില് കേട്ടാ. ഞാൻ എല്ലാം സഹിക്കും. ആവശ്യമില്ലാത്ത കളി വേണ്ട കേട്ടാ. കനക എന്ത് സംഭവിച്ചാലും എന്റെ ക്ലീറ്റോന് കുറ്റോ. ശരി നീ ഗ്യാസ് ഊറ്റി എടുത്താടാ ഇവിടെ നിന്ന്. മലയാളത്തിൽ എടുത്തില്ല എന്ന് പറഞ്ഞു. എന്റെ വീട്ടിന്റെ അടുക്കള കയറി ഗ്യാസ് ഊറ്റി എടുത്തായില്ലേ? ഞാൻ എടുത്തില്ല. അല്ല പിന്നെ അതിന് ചോദിക്കാൻ വേണ്ടി വന്നേക്കുന്നെങ്കിൽ എന്തൊരു കള്ളത്തരമായി പറയണത്. മുഖത്ത് നോക്കിയിട്ട് എന്ത് കള്ളത്തരടി പറഞ്ഞത്? റോങ് നമ്പർ. കാശിന്റെ കുറവേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ വീട്ടിൽ കയറി മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. കാശിന്റെ കുറവെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കള അതൊക്കെ നിന്റെ വീട്ടിലത്തെ സംസ്കാരം. എന്റെ വീട്ടുകാരെ പറഞ്ഞാലായിരിക്കും. എന്റെ വീട്ടുകാർ അങ്ങനെ കളത്തിലൊന്നും കാണിക്കുന്നില്ല. ആണോ? ആ സാധുവിനെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാൻ? എങ്ങനെ? നിനക്ക് എന്തുണ്ട്? നിനക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കണം നിനക്ക് കാണാൻ ഇഷ്ടമല്ലേ? ഒരു പാവം മനുഷ്യൻ ഇങ്ങനെ ഇട്ട് നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യരുത് കേട്ടോ. ആ മനുഷ്യൻ എന്തോരം വേദന എടുത്തിട്ട്. Alien versus Alien.